ഹലോ ഫ്രണ്ട്സ്, സിൽവർ സ്ക്രീൻ സ്ക്രോൾസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഭൂമിയിൽ മനുഷ്യൻ കാലുകുത്താത്ത ഒരിടം, സൂര്യപ്രകാശം എത്താത്ത അതിശൈത്യം നിറഞ്ഞ ഭീമൻ മർദ്ദമുള്ള ഒരു ലോകം. നമ്മുടെ ഈ ഭൂമിയിൽ നമുക്കു ചുറ്റും, എന്നാൽ നമ്മളിൽ നിന്ന് ഒളിഞ്ഞുകിടക്കുന്ന ഒരു നിഗൂഢ ലോകത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കടലിന്റെ അടിത്തട്ട്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ 70% കടലാണ്. അതിൽ തന്നെ ഭൂരിഭാഗവും 1000 മീറ്ററിലധികം ആഴമുള്ള ആഴക്കടലാണ്. ഈ ആഴങ്ങളിലേക്ക് സൂര്യപ്രകാശം ഒരിറ്റുപോലും എത്താത്തതുകൊണ്ട് എപ്പോഴും കൂരിരുട്ടായിരിക്കും. അതിശൈത്യവും മനുഷ്യൻ ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള മർദ്ദവും അവിടെയുണ്ട്. സാധാരണയായി കടലിന്റെ അടിത്തട്ടിൽ 8000 മീറ്ററിലധികം ആഴമുണ്ട്. എന്നാൽ ഏറ്റവും ആഴമുള്ള സ്ഥലം പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രെഞ്ചാണ്, ഏകദേശം 11000 മീറ്റർ. ചിന്തിച്ചു നോക്കൂ, എവറസ്റ്റ് കൊടുമുടി താഴോട്ട് വച്ചാൽ പോലും അതിന്റെ മുകളിലൂടെ 2 കിലോമീറ്ററോളം വെള്ളമുണ്ടാകും. ഇത്രയും കഠിനമായ സാഹചര്യങ്ങളിലും ജീവൻ നിലനിൽക്കുന്നു എന്നത് വലിയൊരു അത്ഭുതമാണ്. ആഴക്കടലിലെ ജീവികൾക്ക് നമ്മുടെ സാധാരണ ലോകത്തിലെ ജീവികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പ്രത്യേകതകളുണ്ട്. ഇരുട്ടിൽ കാണാൻ സഹായിക്കുന്ന വലിയ കണ്ണുകൾ, അല്ലെങ്കിൽ തീരെ കണ്ണുകളില്ലാത്തവ. ചില ജീവികൾക്ക് സ്വന്തമായി വെളിച്ചമുണ്ടാക്കാൻ കഴിയും. അതാണ് ബയോല്യൂമിനിസെന്റ് ജീവികൾ. ഇരയെ ആകർഷിക്കാനും ശത്രുക്കളെ പേടിപ്പിക്കാനും പരസ്പരം ആശയവിനിമയം നടത്താനും ഈ വെളിച്ചം അവർ ഉപയോഗിക്കുന്നു. ആഴക്കടലിലെ ഏറ്റവും വിചിത്രരൂപികളായ ചില മീനുകളുണ്ട്. ആംഗ്ലർ ഫിഷ് പോലെ ചില മീനുകൾക്ക് തലയിലൊരു വിളക്കുണ്ടാകും. ആ വെളിച്ചം കാണിച്ച് ഇരയെ ആകർഷിച്ച് പിടിക്കുകയാണ് അവർ ചെയ്യുന്നത്. വാമ്പയർ സ്ക്വിഡ് എന്ന് പേര് കേൾക്കുമ്പോൾ ഭയം തോന്നുമെങ്കിലും ഇതത്ര അപകടകാരിയല്ല. ഇരുട്ടിൽ തിളങ്ങുന്ന കണ്ണുകളും ചുവന്ന ശരീരവും ഇതിനുണ്ട്. ഭീഷണി നേരിടുമ്പോൾ ഇതൊരു പന്തുപോലെ ചുരുണ്ട് ശരീരത്തിൽ നിന്ന് തിളങ്ങുന്ന ദ്രാവകം പുറത്തുവിടും. പിന്നെ ജയന്റ് സ്ക്വിഡ്, കുള്ളൻ തിമിംഗലം തുടങ്ങിയ ഭീമാകാരന്മാരും ഈ ലോകത്ത് ജീവിക്കുന്നു. സൂര്യപ്രകാശം എത്താത്തതുകൊണ്ട് സസ്യങ്ങൾ വളരില്ല. അപ്പോൾ ഈ ജീവികൾ എങ്ങനെയാണ് ഭക്ഷണം കണ്ടെത്തുന്നത്? പല ജീവികളും മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ചത്ത സസ്യങ്ങളെയും ജന്തുക്കളെയും ഭക്ഷിച്ചാണ് ജീവിക്കുന്നത്. ചില ജീവികൾക്ക് താപനിലയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയും. കടലിന്റെ അടിത്തട്ടിൽ ഹൈഡ്രോതേർമൽ വെൻസ് എന്ന പ്രതിഭാസമുണ്ട്. ഭൂമിയുടെ ഉള്ളിൽ നിന്നും ചൂടുവെള്ളവും രാസവസ്തുക്കളും പുറത്തേക്ക് വരുന്ന ഒരുതരം ചിമ്മിനികളാണിവ. ഈ രാസവസ്തുക്കളെ ആശ്രയിച്ച് ജീവിക്കുന്ന ബാക്ടീരിയകളും അവയെ ആശ്രയിച്ച് മറ്റു വിചിത്ര ജീവികളും ഇവിടെയുണ്ട്. വെളിച്ചമില്ലാത്ത ഒരു ലോകത്ത് ഭക്ഷണമുണ്ടാകുന്ന അതിശയകരമായ ഇടങ്ങളാണിവ. മനുഷ്യൻ ബഹിരാകാശത്തെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചുമെല്ലാം ഒരുപാട് പഠിച്ചു. എന്നാൽ കടലിന്റെ അടിത്തട്ടിലെ രഹസ്യങ്ങൾ ഇന്നും അജ്ഞാതമായി തുടരുകയാണ്. പ്രത്യേകതരം അന്തർവാഹിനികൾ ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ ഈ ലോകം പര്യവേക്ഷണം ചെയ്യുന്നത്. ഓരോ യാത്രയും പുതിയ കണ്ടെത്തലുകളാണ് നൽകുന്നത്. വെളിച്ചമില്ലാത്ത ആഴങ്ങളിൽ അവിശ്വസനീയമായ ജീവികളെയും ആവാസവ്യവസ്ഥകളെയും നമ്മൾ കണ്ടെത്തുന്നു. ഈ ലോകത്തിന്റെ ഓരോ രഹസ്യവും നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് വികസിപ്പിക്കാൻ സഹായിക്കുന്നു. കടലിന്റെ അടിത്തട്ട് വെറും ഒരു വെള്ളം നിറഞ്ഞ സ്ഥലമല്ല, അതൊരു നിധിയാണ്. ശാസ്ത്രജ്ഞർക്ക് പഠിക്കാനും പരിസ്ഥിതി പ്രവർത്തകർക്ക് സംരക്ഷിക്കാനും കഥാകൃത്തുക്കൾക്ക് ഭാവനയുടെ ലോകം തുറക്കാനും നമുക്കെല്ലാവർക്കും അത്ഭുതപ്പെടാനുമുള്ള ഒരു നിധിയാണ്. ഈ ആഴങ്ങളെക്കുറിച്ച് നമ്മൾ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപക്ഷേ ഈ നിമിഷം പോലും സൂര്യപ്രകാശമെത്താത്ത ആഴങ്ങളിൽ പുതിയൊരു ജീവി പിറവിയെടുക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു പുതിയ രഹസ്യം നമ്മെ കാത്തിരിക്കുന്നുണ്ടാകാം. അപ്പോൾ കൂട്ടുകാരെ, കടലിന്റെ അടിത്തട്ടിലെ ഈ അത്ഭുത ലോകം നിങ്ങളെ ഞെട്ടിച്ചോ? ഇങ്ങനെയുള്ള രസകരമായ ശാസ്ത്രവിഷയങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സിൽവർ സ്ക്രീൻ സ്ക്രോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.